ഒരു ദിവസം പോലും പ്രചാരണത്തിനിറങ്ങാതെ ഒളിവിലിരുന്ന് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക. അങ്ങനെ മിന്നുന്ന ജയം നേടിയ ഒരു സ്ഥാനാർത്ഥിയുണ്ട് കോഴിക്കോട് താമരശ്ശേരിയിൽ. കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് കോഴിയറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് എതിരായ സമരസമിതിയുടെ ചെയർമാൻ സൈനുൽ ആബിദീൻ എന്ന ബാബു കുടുക്കിൽ. താമരശ്ശേരി പഞ്ചായത്ത് 11-ാം വാർഡായ കരിങ്ങമണ്ണയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബാബു വിജയിച്ചത് 225 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. ഫ്രഷ് കട്ട് പ്ലാന്റിലേക്ക് അതിക്രമിച്ച് കയറി അക്രമം നടത്തിയെന്നാരോപിച്ച് സെപ്റ്റംബർ 21-ന് താമരശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയാണ് ബാബു കുടുക്കിൽ. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതോടെയാണ് അദ്ദേഹം നാട്ടിൽ നിന്ന് മാറി നിന്നത്. അതിനു പിന്നാലെ ഒക്ടോബർ 21-ന് നടന്ന ഫ്രഷ് കട്ട് സംഘർഷത്തിലും ബാബു പ്രതിയേർക്കപ്പെട്ടു. പ്ലാന്റിൽ അതിക്രമിച്ച് കയറി തൊഴിലാളികളെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന പേരിലായിരുന്നു കേസ്. വിദേശത്തേക്ക് കടന്ന ബാബുവിനായി പോലീസ് ലുക്കൌട്ട് സർക്കുലറും പുറത്തിറക്കി. എന്നാൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഏറെ സാഹസികമായിരുന്നു ബാബുവിന്റെ നീക്കങ്ങൾ. ബാബു കുടുക്കിൽ സ്ഥാനാർത്ഥിയാകുമെന്നറിഞ്ഞപ്പോൾ തന്നെ നാട്ടിലെത്തിയാലുടൻ പിടികൂടാൻ പോലീസ് ശ്രമം തുടങ്ങി. എന്നാൽ വിദേശത്ത് നിന്ന് നേപ്പാളിൽ വിമാനമിറങ്ങിയ ബാബു റോഡ് മാർഗം ഇന്ത്യയിലെത്തുകയായിരുന്നു. പിന്നീട് ആഭ്യന്തര ഫ്ലൈറ്റിൽ കോഴിക്കോടേക്കും എത്തി. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വീണ്ടും ഒളിവിൽ പോയതിനാൽ ഒരു ദിവസം പോലും പ്രചാരണത്തിനിറങ്ങാനായില്ല. ബാബു വോട്ട് ചെയ്യാൻ എത്തുമെന്ന് കരുതി ബൂത്തിലടക്കം പോലീസ് എത്തി. താമരശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ പുല്ലങ്ങോട് ഇതേ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങിയതും ബാബുവിന് കൂടുതൽ ഭീഷണി ഉയർത്തിയിരുന്നു. എന്നാൽ നാട്ടുകാർ ബാബുവിനൊപ്പം നിന്നു. ഫ്രഷ് കട്ട് വിഷയത്തിൽ ജനങ്ങൾക്കിടയിലുള്ള പിന്തുണ കൂടിയാണ് ബാബുവിന് വോട്ടായി മാറിയത് എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് 18 താമരശ്ശേരി.